ലൂസിഫർ പാർട്ട് 2 അഥവാ എമ്പുരാൻ റിലീസായിട്ടുണ്ട്. ഇന്നലെ വെളുപ്പിന് 4:30 എങ്ങാണ്ടാണ് റിലീസായെന്നാണ് കേട്ടത്. എന്തായാലും റിലീസായ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യത്തെ എമ്പുരാൻ്റെ റിവ്യൂ വന്നു. ആ റിവ്യൂവിനകത്ത് പുള്ളി പറയുന്നത് പറഞ്ഞാൽ എമ്പുരാൻ ടെക്നിക്കലി വളരെ സൗണ്ടഡ് ആയിട്ടൊരു മൂവിയാണ്. അതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ഫൈറ്റ് കോറിയോഗ്രഫി ആയാലും VFX ഒക്കെ ആയാലും അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ അടിപൊളിയാണ്. പക്ഷേ പടം എക്സ്പെക്റ്റേഷനെ മീറ്റ് ചെയ്യുന്നില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പം അത്രയും ഒരു എക്സ്പെക്റ്റേഷൻ വെച്ച് പുലർത്തിക്കൊണ്ട് ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല എന്ന് പുള്ളി പറഞ്ഞു. ഓക്കെ, ആ റിവ്യൂ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത റിവ്യൂ വന്നു. വളരെ മാന്യമായ ഭാഷയിൽ നമ്മുടെ മലയാളത്തിൽ റിവ്യൂ പറയുന്ന ഒരു പുള്ളിക്കാരൻ്റെ റിവ്യൂ വന്നു. ആ റിവ്യൂവിനകത്ത് പുള്ളി പറയുന്നത് എമ്പുരാൻ വളരെ മഹത്തരമായൊരു കലാസൃഷ്ടിയാണ്. പൃഥ്വിരാജിനെ കൊണ്ട് മാത്രമേ ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റൂ. മലയാളത്തിൻ്റെ അഭിമാനമായൊരു സിനിമ ആയി തീരും എമ്പുരാൻ. അത്രയ്ക്ക് അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫ് ഒരു ചെറിയ ലാഗും കാര്യങ്ങളൊക്കെ കൊണ്ട് സെക്കൻഡ് ഹാഫ് പടം ടേക്ക് ഓഫ് ചെയ്ത് വേറെ ലെവലിൽ പോയി എന്നൊക്കെയാണ് പുള്ളി റിവ്യൂ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് കുറേ നേരം കൂടെയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് രാവിലെ ഒരു 10-10:30 ആയിട്ടുണ്ടാവും. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യുന്ന റിവ്യൂവർ പുള്ളി മേക്കപ്പ് ഒക്കെ ഇട്ട് പുള്ളി വന്ന് ആദ്യം ചോദിക്കുന്ന ചോദ്യം അബ്ര ഖുറേഷിക്ക് വയ്യേ എന്നാണ് പുള്ളി ചോദിക്കുന്നത്. അത്രയ്ക്ക് മോശം ഒരു സിനിമയാണ് എമ്പുരാൻ എന്നാണ് പുള്ളി പറയുന്നത്. ഓക്കെ, മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഓറ യൂസ് ചെയ്യാതെ ഒട്ടും തന്നെ യൂസ് ചെയ്തിട്ടില്ല. മോഹൻലാൽ വെറുതെ വന്നു പോകുന്നു എന്നുള്ളതാണ്. ഇതാണോ അബ്ര ഖുറേഷി എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് അത്രയ്ക്ക് മോശം ഒരു സിനിമയായിട്ട് എമ്പുരാൻ മാറിയിട്ടുണ്ട് എന്നാണ് പുള്ളിയുടെ അഭിപ്രായം. അപ്പോൾ ഇതിലേത് അഭിപ്രായം അല്ലെങ്കിൽ ഏത് അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കും? എനിക്ക് തോന്നിയത് ഒരു റിവ്യൂവർ ഒരു സിനിമയെ റിവ്യൂ ചെയ്യുമ്പോഴത്തേക്ക് അയാളുടെ പോയിൻ്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ അയാളുടെ ആസ്വാദന നിലവാരം ബേസ് ചെയ്തിട്ടാണ് ആ സിനിമയെ റിവ്യൂ ചെയ്യുന്നത്. അതേ ആസ്വാദന നിലവാരം തന്നെ ആയിക്കൊള്ളണമെന്നില്ല നിങ്ങളുടേത്. അപ്പോൾ നിങ്ങൾക്കൊരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ ഒരു റിവ്യൂവറുടെ അല്ലെങ്കിൽ പല റിവ്യൂവേഴ്സിൻ്റെ റിവ്യൂസ് നോക്കിക്കൊണ്ട് ആ സിനിമ കാണാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ സിനിമ ആസ്വാദനത്തെ അത് കാര്യമായി ബാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ ഇഫ് യു ബിലീവ് ഇൻ ആ സിനിമയുടെ സ്ക്രിപ്റ്റിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, സ്ക്രിപ്റ്റ് റൈറ്ററെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡയറക്ടറെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ ബാനറിനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ നായകനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി സിനിമ കാണും. കാരണം ചിലപ്പം അയാൾക്ക് ഇഷ്ടപ്പെടാത്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം. ഓക്കെ, സോ നിങ്ങൾ നേരെ പോവുക, സിനിമ കാണുക. പടം കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക സിനിമ നല്ലതാണോ ചീത്തയാണെന്നുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ കമൻറ്റ് ബോക്സിനടിയിൽ ഒന്ന് രേഖപ്പെടുത്തുക. റിവ്യൂ വോളിയായ നിങ്ങളുടെ സുഹൃത്തിന് ഈ വീഡിയോ സെൻഡ് ചെയ്യുക, ഷെയർ ചെയ്യുക. പറ്റുമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി, വണക്കം.